ബുദ്ധമതം ഉണ്ടായത് എങ്ങനെയാണ്? വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ബുദ്ധൻ സഞ്ചരിക്കുകയും ആളുകളുമായിട്ട് സംവദിക്കുകയും ചെയ്തു. ഡിബേറ്റിലൂടെയാണ്, അല്ലാതെ വാളെടുത്തിട്ടൊന്നല്ല. അപ്പം ഈ നാച്ചുറൽ റിലിജിയൻസിൻ്റെ ഒരു ഗുണം അതാണ്. അതെന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ്, എന്തിനേയും ഉൾക്കൊള്ളും, അതിന് സ്പേസ് കൊടുക്കും. ഇവിടെ മുക്കൂടി ദൈവങ്ങൾ, അതിലൊരു ദൈവമായിട്ട് അവരുടെ ദൈവത്തെ ഉൾക്കൊള്ളുള്ളൂ, അവരിവിടെ ജീവിച്ചോട്ടെ, നമുക്കെന്താ പ്രശ്നം? പക്ഷേ നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കണം, ചുരുങ്ങിയ പുച്ഛിക്ക് എങ്കിലും ചെയ്യും. യുദ്ധസമയത്താണെങ്കിലുള്ളത് കുറച്ച് തീവ്രമാണ്, അവിടെ എനിക്ക് കൊന്നു കളയണമെന്നുള്ള സാധനം വരുന്നത്. മനസ്സിലായോ? പക്ഷേ ഈ ഹിന്ദുക്കൾ എന്താ ചെയ്തിട്ടുള്ളത്? ഹിന്ദുക്കൾ പോയ എല്ലാ സ്ഥലത്തും നിലവിലുള്ള ട്രഡീഷൻ അവർ നശിപ്പിച്ചിട്ടില്ല. ആ ട്രഡീഷൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. IS ഒരു ഇസ്ലാമിക സൃഷ്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇസ്ലാമിക ബിരുദരുണ്ടാക്കി കൊടുത്ത സാധനമാണ്, ഇസ്ലാമിൻ്റെ നാണം കെടുത്താണ്. ഇസ്ലാമിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ട്, ആ നെഗറ്റീവിന് മാത്രം പകുതിയിരിക്കുന്ന സാധനമാണ് IS. പക്ഷേ അവർ പറയുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു മൈൽഡ് വേർഷനാണ് ഇവർ ഈ പറയുന്നത്. മറ്റൊന്നും ചേർക്കരുത്, പ്യുവർ ഫോം. അങ്ങനെ പ്യുവർ ഫോം ഉണ്ടായിരുന്നത് എന്താണ് തെളിവ്? അസമത്വം വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ കേപ്പബിലിറ്റീസ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. അത് ആണ്. ഈ ലോകത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ സമത്വം ഒന്നല്ല, അസമത്വമാണ് കൂടുതൽ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മതം ഇന്ന് ലോകത്ത് വലിയ സംഭവമാണ്, വാർത്തയാണ്, വർത്തമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ മതമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരാണ് നിരവധി പേർ. അത് വാർത്തയിലും ഇടം പിടിക്കുന്നുണ്ട്. ഒരു മടിയുമില്ലാതെ പരസ്പരം കൊന്നൊടുക്കുന്നവർ, എന്ത് ഹീനകൃത്യവും ചെയ്യുന്നവർ, അവരെയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ലോകത്ത് പലയിടങ്ങളിലായി. പരിശോധിക്കേണ്ടത് സെമിറ്റിക് മതങ്ങളുടെയും ഓർഗാനിക് മതങ്ങളുടെയും ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിലേതാണ് മനുഷ്യന് നല്ലത് എന്നുള്ളതിനെക്കുറിച്ചുമാണെന്ന് ടോക്കിംഗ് പോയിന്റ് സംസാരിക്കുന്നത്. നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മതം അത് മനുഷ്യനെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളൊരു സംസാരം പണ്ട് തന്നെ അറിവുള്ളവർ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ സൃഷ്ടിച്ച ഒന്നാണത്. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ സെമിറ്റിക് മതങ്ങളുടെ ഒരു രീതി പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട്. ഒരു സെമിറ്റിക് മതത്തിൻ്റെ കുറേയേറെ കുറവുകളൊക്കെ പലരും പറയുന്നുണ്ട്. മറ്റു ചിലർ അതിൻ്റെ മേന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട്? അല്ല, മതം എന്നുള്ള നമ്മളെ ഇതിൽ മതം എന്ന് വെച്ചാൽ അഭിപ്രായം എന്നുള്ളതാണ്. അഭിപ്രായമാണ് നമ്മളൊരു ഇന്ത്യൻ ട്രഡീഷനിൽ. അപ്പോൾ ഇന്ത്യൻ ട്രഡീഷനിൽ അഭിപ്രായം എന്ന് പറയാൻ കാരണം, നമ്മളിപ്പം നിങ്ങളീ പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് വൈദിക ബ്രാഹ്മണ മേധാവിത്വം, അതിൽ പോലും ആഗോള സ്കൂൾസ് ഓഫ് ഫിലോസഫി ഉണ്ടായിരുന്നു. സാങ്ക്യം, വൈശേഷികം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചാർവാകം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇവിടെ ഒരുമിച്ചാണ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ ശ്രീരാമനെ പറ്റി ഈ ചാർവാകന്മാരെന്ന് പറഞ്ഞ ഇതിൽ ആളുകൾ ഉയർത്തിക്കൊണ്ട്, ചാർവാകനെ ബൃഹസ്പതിയെ പിന്നെ ചുട്ടുകൊന്നില്ലേ, അത് അങ്ങയുടെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നം. അതിൽ വെച്ചാൽ അങ്ങനെ അഹങ്കാരിയായിരുന്നു. ഈ മഹാഭാരതത്തിലെ ഈ അവസാന ഭാഗത്ത് അത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ രാമൻ ക്ഷേത്രത്തിൽ നിന്ന്, ഇപ്പം നമുക്കിപ്പോൾ ഏത് രാമായണമാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ രാമൻ കാനനവാസം കഴിഞ്ഞ് വന്നപ്പം ഭരതനോട് ചോദിക്കുന്നത്, നീ എല്ലാവരോടും എന്താണ് നീതി പുലർത്തിയോ ഭരതാന്ന് ചോദിക്കുന്നുണ്ട്. ഓന്ന് ശരിയെന്ന്. അപ്പം ചാർവാകന്മാരോടൊന്ന് ചോദിക്കുന്നുണ്ട്, ചാർവാക ദർശനം. അവർ ഈ ദൈവവിശ്വാസികളല്ലല്ലോ. അപ്പം അവർക്ക് കൂടി ആ രീതിയിൽ പരിഗണന കൊടുത്തിട്ട്, അപ്പം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ട്രഡീഷണൽ മതങ്ങളുടെ ഒരു പ്രശ്നം. അവർക്ക് ഒരു ദൈവം, ഒരു പുസ്തകം, ഒരു ആരാധനക്രമമൊന്നുമില്ല അവർക്ക്. അത് വളരെ കാലം, അത് മനുഷ്യൻ നമ്മൾ ഇന്ന് കാണുന്ന ഒരു മനുഷ്യൻ ഒരു 7000 വർഷം മുമ്പാണ് ഈ രീതിയിലുണ്ടായത്. നിയോലിത്തിക് റവല്യൂഷൻ എന്നൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? കൃഷി കണ്ടുപിടിക്കുന്നു, അതോടുകൂടിയാണ് ഇന്ന് കാണുന്ന നമ്മുടെ ഈ ഒരു മനുഷ്യനുണ്ടായത്. അതിൻ്റെ മുമ്പ് നമ്മൾ ഒരു 2 ലക്ഷം വർഷം ആ സമയത്താണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ 1000 തൊട്ട് 2 ലക്ഷം വർഷം വരെ പുറകോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ കാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടന്ന മനുഷ്യന്മാർ. ആ സമയത്ത് നമ്മൾ ആർജിച്ച ഓരോരോ ചെറിയ വിജ്ഞാനത്തിൽ നിന്നാണ് ഈ നാച്ചുറലായിട്ടുള്ള മതങ്ങളുണ്ടായത്. അത് നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നാച്ചുറലി നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്നും, നിങ്ങളുടെ വികാരങ്ങളിൽ നിന്നും, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന മതങ്ങളാണ്. ഈ മതങ്ങളായിരുന്നു മുമ്പ് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അത് ഹിന്ദു മതം പോലുള്ള മതം. നമ്മളതിനെ ഈ സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്ന ആളുകളെ ഈ ഇറാൻകാർ അവരുടെ ഭാഷയിൽ സാ ഇല്ലാത്തതുകൊണ്ട് ഹിന്ദു എന്ന് വിളിച്ചു. അതുകൊണ്ട് നമ്മളിതിനെ ഹിന്ദു എന്ന് വിളിക്കുന്നു. ഇതുപോലുള്ള സാധനം തന്നെ ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അതായത് ജീസസ് ജൂതനായിട്ടല്ലേ പിന്നെ ജനിച്ചത്. അദ്ദേഹം മരിക്കുന്നവരെ ജൂതനായിരുന്നു. അതുപോലെ തന്നെ ജൂതമതം സ്ഥാപിച്ചിട്ടുള്ള എബ്രഹാം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കുറച്ച് എബ്രഹാം ഹിന്ദുവിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാബിലോണിയയിലെ ഒരു ഹിന്ദുമതം പോലുള്ള ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ മതത്തിൽ വിശ്വാസിയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവോൾവ് ചെയ്തുണ്ടായിട്ടുള്ള മതമാണ് ഈ പറഞ്ഞിട്ടുള്ള എബ്രഹാമിൽ നിന്നാണ് ഞങ്ങളെ 3 ട്രഡീഷൻ തുടങ്ങുന്നത്. അതായത്
ജൂത ക്രിസ്ത്യൻ ഇസ്ലാമിക് ട്രഡീഷൻ തുടങ്ങുന്നത് അദ്ദേഹമാണ്. പിന്നെ ജൂതമതത്തിന് പ്രധാനപ്പെട്ട സ്ഥാപകൻ എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിൽ ജൂതന്മാർ അവിടെ എത്തിച്ചത് മോസസാണ്. അതെ, മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ തലമുറ ഇസാക്കിൻ്റെ തലമുറയിൽപ്പെട്ടതാണ്. നാച്ചുറലായിട്ടുള്ള എന്തിനും അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. അത് വളരെ ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ. ആ, അത് വളരെ ഡെമോക്രാറ്റിക് ആയിരിക്കും. അത് പൊതുവേ ഒന്നും അസേർട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കില്ല. അവരുള്ളിൽ പരസ്പരം അസേർട്ട് ചെയ്യും. എല്ലാം നിങ്ങൾ പറഞ്ഞു. ഇപ്പം രേവതി പട്ടത്താനുണ്ടായിരുന്നു കോഴിക്കോട്. അപ്പോൾ രാജാവ് വ്യത്യസ്ത ഈ ഫിലോസഫിപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്ത് ചെയ്യും, വാദിക്കും, അവർക്ക് സമ്മാനം കൊടുക്കും. ഇതാണ് മതം എന്നുള്ള നമ്മുടെ കോൺസെപ്റ്റ്. ഈ ജൂതമതം തൊട്ടിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു മതമാണ്. ജൂതമതം തൊട്ടിട്ടാണല്ലോ ഈ സെമിറ്റിക് മതങ്ങൾ വരുന്നത്. ഈ സെമിറ്റിക് മതങ്ങളുടെ പ്രശ്നം വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു ട്രഡീഷനാണത്. വയലൻ്റ് ആണെന്ന് വെച്ചാൽ അതോടുകൂടി പറയുകയാണ് വേറെ ഒന്നും ശരിയില്ല, ഇത് മാത്രമാണ് ശരി. ഞാൻ ദൈവമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, ബാക്കി എല്ലാവരും നിങ്ങളെ വെള്ളം കോരികളും പുറകോട്ടുകാരുമാണ് എന്ന് ദൈവം വന്ന് പറയുകയാണ്. അങ്ങനെ ദൈവം പറയും. ദൈവമല്ല നമ്മളെല്ലാവരും സൃഷ്ടിച്ചത്. അവിടെ നിന്നാണ് ഞങ്ങളെ ഈ 3 മതം തുടങ്ങുന്നത്. ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. സെലക്റ്റഡ് പീപ്പിൾ എന്നുള്ള ഈ സാധനത്തു നിന്നാണ്. അപ്പോൾ അത് ജന്മം കൊണ്ടാണ് ജൂതന്മാർ സെലക്റ്റഡ് ആണ്. ഞങ്ങൾ മുസ്ലിംസും ക്രിസ്ത്യാനിയും ജന്മം കൊണ്ടല്ല, ഞങ്ങൾ ഈ വഴിയിൽ വന്നാൽ ഞങ്ങൾ സെലക്റ്റഡായി, അല്ലെങ്കിൽ ഞങ്ങൾ സെലക്റ്റഡ് അല്ല. ഓക്കെ. ഈ ട്രഡീഷൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ സെലക്റ്റഡ് ആവും. നമ്മുടെ പൊതുവായിട്ടുള്ള ട്രഡീഷനായിട്ട് ഹിന്ദു മതത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അതൊരു വയലൻസിൽ അധിഷ്ഠിതമല്ല. അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അല്ലെങ്കിൽ സാങ്കേതികനെയും വൈശേഷികനെയും എല്ലാത്തിനെയും വിളിച്ചിട്ട് ഡിബേറ്റ് നടത്തണം. ഇന്ത്യയിൽ തന്നെ ബുദ്ധമതം ഇല്ലാതാവുന്നത് എങ്ങനെ? ഡിബേറ്റിലൂടെയാണ്. അതാരാണ് ആ ഡിബേറ്റ് നടത്തിയ ആരാണ്? ശങ്കരനാണ് ആ ഡിബേറ്റ് നടത്തിയത്. ബുദ്ധമതം ഉണ്ടായത് എങ്ങനെയാണ്? വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ബുദ്ധൻ സഞ്ചരിക്കുകയും ആളുകളുമായിട്ട് സംവദിക്കുകയും ചെയ്തു. ഡിബേറ്റിലൂടെയാണ്, അല്ലാതെ വാളെടുത്തിട്ടൊന്നുമല്ല. അപ്പം ഈ നാച്ചുറൽ റിലിജിയൻസിൻ്റെ ഒരു ഗുണം അതാണ്. അതെന്ന് വെച്ചാൽ ഫ്ലെക്സിബിളാണ്, എന്തിനേയും ഉൾക്കൊള്ളും, അതിന് സ്പേസ് കൊടുക്കും. ഇപ്പോൾ RSSകാരാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറയുന്നത്. ഇതിനെ ഈ ഹിന്ദുമതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണല്ലോ ഹിന്ദുമതത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പറയുന്നത്. എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നതിനോട് ഉദ്ദേശം അറിയാലോ നമുക്ക്. അവർ പോലും പറയുന്നത്, ഗുരുജി വരെ പറയുന്നത് എന്താണ്, മുസ്ലിങ്ങളും ക്രിസ്ത്യനൊക്കെ തന്നെ ഇവിടെ മുക്കൂടി ദൈവങ്ങൾ, അതിലൊരു ദൈവമായിട്ട് അവരുടെ ദൈവത്തെ ഉൾക്കൊള്ളുള്ളൂ, അവരിവിടെ ജീവിച്ചോട്ടെ, നമുക്കെന്താ പ്രശ്നം. പക്ഷേ നമ്മുടെ സംസ്കാരത്തെ ബഹുമാനിക്കണം. ചുരുങ്ങിയ പുച്ഛിക്ക് എങ്ങനെ ചെയ്യില്ല. പുച്ഛിക്കുന്ന ആളുകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ ഓർഗാനിക് മതങ്ങളുടെ മെച്ചം കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഹിന്ദുവിഷത്തിൻ്റെ ഒരു നല്ല വശങ്ങൾ കൊണ്ടായിരിക്കുമോ നളന്ദ തക്ഷശില പോലുള്ള സർവകലാശാലകൾ നമ്മുടെ ഭാരതത്തിൽ പണ്ട് നിലനിന്നിരുന്നു? അന്നൊക്കെ പിന്നീട് നടത്തിയ എക്സ്കവേഷനിൽ നിന്നും കണ്ടെത്തിയത് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അല്ല, അത്തരം സർവകലാശാലകളുടെയൊക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ അതൊരു മുൻവിധിയോട് കൂടിയിട്ടല്ല, അതെന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. മാത്രമല്ല ആ സമീപനത്തോടും അവർ പകർന്നു കൊടുത്ത് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ, എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന്, അതിലെല്ലാം ദൈവമാണ് ഉള്ളത് എന്നുള്ള ആ ഒരു വളരെ മച്യൂർഡായിട്ടുള്ള വളരെ നാച്ചുറലായിട്ടുണ്ടായിരുന്ന ബോധത്തെ തകർക്കുക എന്നുള്ളത് സെമിറ്റിക് മതങ്ങളുടെ ലക്ഷ്യമായിരുന്നു. അതില്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെൻസിറിൽ എന്ന് പറഞ്ഞൊരു പുണ്യാളനുണ്ട്. അങ്ങനെ അലക്സാണ്ട്രിയയിൽ അതുവരെ റോമക്കാരുണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള റോമിലും ഗ്രീസിലൊക്കെ ഉണ്ടായത് അവരുടെ ഇതുപോലുള്ള ബഹുദൈവ ഹിന്ദുമതം പോലുള്ള മതങ്ങളായിരുന്നു. നമ്മളീ പറഞ്ഞ അരിസ്റ്റോട്ടിലും ആർക്കിമീഡീസ് ഇവരെല്ലാം തന്നെ ആ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിരുന്നു. അപ്പോളോ ആയിരുന്നു അവരുടെ, അപ്പോളോ, സ്യൂസ്, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങൾ. അപ്പം അവരുണ്ടാക്കി വെച്ച ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അലക്സാണ്ട്രിയയിലായിരുന്നു ഏറ്റവും വലിയ ലൈബ്രറി. ഈ പറയുന്ന ലൈബ്രറി ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്ത ഒരാൾ സെൻസിറിലാണ്. പിന്നെ അതിൽ ഹിപ്പേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഗണിതശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അവരാണ് സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങാമെന്ന് അവർ പറഞ്ഞു. ഇവർ പറഞ്ഞു അങ്ങനെയല്ല, അവരെ അതിഭീകരമായിട്ടാണ് കൊന്നു കളഞ്ഞത്. അതിനുശേഷം വന്ന ഖലീഫ ഉമർ അലക്സാണ്ട്രിയ ലൈബ്രറി 3 തവണയാണ് കത്തിച്ചത്. 3 തവണ, അത് 3 ദിവസം നിന്നത് കത്തി. അതിനുശേഷം ഇവിടെ വന്ന അലാവുദ്ദീൻ ഖിൽജി, പിന്നെ മുഹമ്മദ് ബക്തിയാർ ഖിൽജി, അയാൾ ബംഗാൾ പോയ പിന്നെ അയാൾ 4-5 തവണയാണ് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ അന്നത്തെ നളന്ദ സർവകലാശാല കത്തിച്ച് കളഞ്ഞത്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും ഈ സർവകലാശാല കത്തിച്ചത് അവർ മാത്രമല്ല. വികർണൻ എന്ന് പറഞ്ഞൊരു ഹിന്ദു രാജാവ്, അയാളുടെ ഓപ്പോസിറ്റ്, അയാൾ ബുദ്ധമതത്തിനെതിരായിരുന്നു, അയാൾ അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം അറ്റാക്ക് നടത്തുമ്പോൾ അവർ വേറെ ട്രഡീഷൻ അതേ രീതിയിൽ കൊണ്ടുവന്നിരുന്നു. ഈ മുസ്ലിം ക്രിസ്ത്യൻ ജൂത ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ അവർ വേറെ ഒന്നും കൊണ്ടുവരില്ല, അവർ മാത്രമേ ഉള്ളൂ. ഇതിന് സമാനമായ ഒന്നും അവർ കൊണ്ടുവരില്ല. കാരണം ബുദ്ധിസ്റ്റുകളെ ബുദ്ധമതത്തിൽ ഇപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ജൈനന്മാർ പൊതുവെ ദൈവവിശ്വാസികളല്ല. പക്ഷേ ഇതിലെല്ലാം തന്നെ ഹിന്ദുമതമോ അല്ലെങ്കിൽ ട്രഡീഷണൽ മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള വിശ്വാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും, സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ. അപ്പം നിങ്ങൾ ഈ പറയുന്ന അഹിംസ എന്നുള്ള കോൺസെപ്റ്റ് ഹിന്ദുമതത്തിൽ വന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. അതായത് നിങ്ങൾ ഋഗ്വേദാണല്ലോ അവരുടെ ഏറ്റവും പഴയ ഗ്രന്ഥം. അതിൽ അഹിംസയെ പറ്റി പറയുന്നില്ല, നന്നായിട്ട് മാംസം ഭക്ഷിക്കുന്നുണ്ട്, മനസ്സിലായോ? പക്ഷേ ഈ ട്രഡീഷൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ പഴയതുമായിട്ടൊരു ബന്ധവുമില്ല. ഒരൊറ്റ ദൈവം അത് മാത്രമേ പാടുള്ളൂ, ഒരൊറ്റ ഗ്രന്ഥം അത് മാത്രമേ പാടുള്ളൂ. നമ്മളെ കൂട്ടത്തിലുള്ള പെടാത്തവരെല്ലാം തന്നെ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസണാണ്. അതിന് മുസ്ലിങ്ങൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ പല ഘട്ടങ്ങൾ പലത് പറയുന്നുണ്ട്. സമാധാന സമയത്ത് ഇറങ്ങിയ ആയത്തുകളിൽ പിന്നെ ഇവർ അന്യമത വിശ്വാസികൾ അവരവിടെ തുറന്നോട്ടെ, അത് അവരുടെ വിശ്വാസമല്ലേ, നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം, പിന്നെ ചെറിയൊരു നികുതി കൊടുക്കണം, അല്ലെങ്കിൽ മരിക്കണം, അല്ലെങ്കിൽ കൊന്നുകളയണം, അല്ലെങ്കിൽ ഇസ്ലാമിൽ ചേരാം. അങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. ഇത് യുദ്ധസമയത്താണെങ്കിലുള്ളത് കുറച്ച് തീവ്രമാണ്. അവിടെയാണ് ഈ കൊന്നു കളയണമെന്നുള്ള സാധനം വരുന്നത്. ഓക്കെ, മനസ്സിലായോ? പക്ഷേ ഈ ഹിന്ദുക്കൾ എന്താ ചെയ്തിട്ടുള്ളത്? ഹിന്ദുക്കൾ പോയ എല്ലാ സ്ഥലത്തും നിലവിലുള്ള ട്രഡീഷൻ അവർ നശിപ്പിച്ചിട്ടില്ല. ആ ട്രഡീഷൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു. പക്ഷേ മറ്റേ മതങ്ങളിൽ ഈ ക്രിസ്തുമതം, ജൂതമതം, ഇസ്ലാം മതം ഉൾക്കൊള്ളാനുള്ള സംഭവമല്ല. ഇറ്റ്സ് റിജിഡ്. ഓക്കെ. നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ മതത്തിൽ പെട്ട. അതാണ് ഇപ്പോൾ മുജാഹിദുകളൊക്കെ ഞങ്ങളെ പറ്റിയും സുന്നികളാണല്ലോ, കഥപുരം മുസ്ലിയാരെ പറ്റിയും ഞങ്ങളെയൊക്കെ പറ്റിയൊക്കെ സൂഫികളെ പറ്റിയൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ഈ സുന്നി ഭാഗത്തുപെട്ട ആളുകളെ പറ്റി, ഈ മുജാഹിദ് ഭാഗത്തുപെട്ട ആളുകൾ മുസ്ലിം അല്ലെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട നേർച്ച, ചന്ദന കുടുംബം, അങ്ങനെ ഒരുപാട് ട്രഡീഷൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ. നമ്മൾ പഴയ ഹിന്ദുസ് ആയിരുന്നല്ലോ, അത് പിന്നല്ലേ കൺവേർട്ട് ആയത്. അപ്പോൾ വിശ്വാസത്തിൽ നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, പക്ഷേ ആ ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞങ്ങൾ മുസ്ലിം അല്ല എന്നാണ് അവർ രഹസ്യമായി പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സൗദി അറേബ്യ ടൈപ്പ് കയറി പറഞ്ഞു കഴിഞ്ഞാൽ IS ഒരു ഇസ്ലാമിക സൃഷ്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇസ്ലാമിക ബിരുദരുണ്ടാക്കി കൊടുത്ത സാധനമാണ്, ഇസ്ലാമിൻ്റെ നാണം കെടുത്താണ്. ഇസ്ലാമിൽ എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ, നെഗറ്റീവിന് മാത്രം പകുതിയിരിക്കുന്ന സാധനമാണ് IS. പക്ഷേ അവർ പറയുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു മൈൽഡ് വേർഷനാണ് ഇവർ ഈ പറയുന്നത്. മറ്റൊന്നും ചേർക്കരുത്, പ്യുവർ ഫോം. അങ്ങനെ പ്യുവർ ഫോം ഉണ്ടായിരുന്നത് എന്താണ് തെളിവ്? മനസ്സിലായില്ലേ? അതുപോലെ സഹാബിങ്ങളെ പ്രവാചകൻ്റെ കാലത്ത് ഇവിടെ ഇസ്ലാം ഉണ്ടായെന്നാണ് ഞങ്ങളെ വിശ്വാസമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ സെൻറ് തോമസ് വന്നെന്ന് പറയുന്നത് വിശ്വാസമാണ്, ചരിത്രത്തിൽ തെളിവൊന്നുമില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രവാചകൻ്റെ കാലത്തെ സഹാബിങ്ങൾക്ക് ഇതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങളാരുടെ ഇതൊക്കെ ചോദിക്കുക? ഇപ്പോൾ ലെവനാരാ നമ്മളോട് പഠിപ്പിച്ചേ? ഓക്കെ. അന്നെൻ്റെ പ്രവാചക സഹാബിങ്ങളോട് പറയല്ലോ, അല്ല സഹാബിങ്ങൾ പറയല്ലോ, ഖലീഫ ഉമറോ അല്ലെങ്കിൽ അലിയോ അല്ലെങ്കിൽ അബൂബക്കറോ അതല്ല ഉസ്മാനോ പറയല്ലോ കേരളത്തിൽ ഇത്രയും പറ്റില്ല, എല്ലാം പറഞ്ഞിടുന്ന് പറയല്ലോ, പറഞ്ഞില്ലല്ലോ. പിന്നെ നീ ആരാ ഇപ്പോൾ ഇത് പറയാൻ? പ്രവാചകൻ്റെ സഹാബിങ്ങൾക്കില്ലാതെ അടുത്ത ശിഷ്യന്മാർക്കും ഖലീഫമാർക്കും ഇല്ലാത്ത പറയാൻ നീ ആര്? ഓക്കെ. അപ്പോൾ അവന്മാർ നമ്മളെ കൂട്ടുന്നില്ലല്ലോ ഈ കൂട്ടത്തിൽ. അവർ പരസ്യമായി പറയാൻ ധൈര്യമില്ല, അതുകൊണ്ട് രഹസ്യമായിട്ട് അറിയില്ല അവരൊന്നും മുസ്ലിങ്ങളല്ല എന്ന് പറയും. ചില കല്യാണം പോലും സംഭവിക്കില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. ഓക്കെ. നമ്മളെ മതത്തിൻ്റെ കാര്യം പറഞ്ഞു. ക്രിസ്ത്യൻസിന് ഈ പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻസ് ആ മതത്തിൽ മൊത്തം സമാധാനമാണ്, പക്ഷേ ആ സ്ട്രൈറ്റ് ജാക്കറ്റിൽ ഏക മതമേ ഉള്ളൂ, ഒരു ഗ്രന്ഥമേ ഉള്ളൂ. മനസ്സിലായിട്ടില്ലേ? ബാക്കിയെല്ലാം അതിൻ്റെ പുറത്താണ്. പക്ഷെ ആകപ്പാടെ യുദ്ധത്തിനെ പറ്റി എതിരാണ് സംസാരിക്കുന്നത്, സ്നേഹത്തെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സ്റ്റിൽ എപ്പിസ്റ്റമോളജിക്കൽ വയലൻസ് അവിടെയുണ്ട്. അതായത് ആ മതത്തിൽ ജീസസിൻ്റെ പിന്നെ എന്താണ് ഉപദേശങ്ങൾക്ക് പുറത്തുള്ള ഒരു മതത്തിനോ മതവിശ്വാസത്തിനും അതിൽ പ്ലേസ് ഇല്ല. പക്ഷേ കൊന്നുകളയണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. അതാണ് ഒരു ഗുണം. ഓക്കെ. നമ്മളെ യുദ്ധസമാധാനം ഇത് ജൂതന്മാർ പറയുന്നത് കൊന്നുകളയണം, ശത്രുക്കളെ കൊന്ന്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ പലസ്തീനിൽ ഇവർ യുദ്ധം തുടങ്ങിയാലും ചില യുദ്ധങ്ങൾ മറ്റുള്ളവർ മാന്തി ഉണ്ടാക്കും, ചിലർ ഇവർ തുടങ്ങും. പക്ഷെ അവർക്കൊരു മനസാക്ഷി കുത്തില്ലാത്തതുകൊണ്ടാണ്. അവരുടെ ദൈവം യഹോവ അങ്ങേയറ്റം ഫ്യൂരിയസ് ആയിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് നമ്മൾ ഈ ജൂതമതവും നമ്മുടെ ബുദ്ധമതവും തമ്മിൽ കാരണം ക്രിസ്തുമതം ഉണ്ടാകുന്നതിന് ഒരു 500 വർഷം മുമ്പ് ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ബുദ്ധമതം ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര സാദൃശ്യം കാണാൻ പറ്റും. ഈ സമാധാനം, സ്നേഹം, ഇത് ബുദ്ധമതം പറയുന്നതാണ്. അത് മാത്രമേ അവരും പറയുന്നുള്ളൂ. എന്നാൽ ബുദ്ധമത അനുയായികൾ പിന്നെ ആയുധം എടുത്തിട്ടുണ്ട്, ശ്രീലങ്കയിൽ എടുത്തിട്ടുണ്ട്, ഹിന്ദുക്കളെ അടിച്ചോടിക്കണം. അങ്ങനെയാണ് ബലിപ്പുള്ള പ്രവാഹനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുരിശ് യുദ്ധത്തിൻ്റെ സമയത്തും പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യ പോർച്ചുഗീസുകാർ ഗോവയിൽ ഹിന്ദുക്കളെ മേൽ നടത്തിയതാണ്. ആരും കൊങ്കിണി ബ്രാഹ്മണൻ അതിഭീകരമായിട്ട്. അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് സെൻറ്റ് സേവിയർ. അദ്ദേഹം ഇവിടുത്തെ പുണ്യാളനാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഈ ക്രിസ്ത്യാനികൾ എങ്ങനെ കൊല്ലാൻ നോക്കിയിട്ടുള്ള ഒരു ഹിന്ദുവിനെ ഇവിടെ ഹിന്ദുക്കൾ തലയിൽ വെച്ചുകൊണ്ടാണെന്ന് ഇവരെന്ത് പറയും? പക്ഷേ സെൻറ്റ് സേവിയേഴ്സിനെ പറ്റി നമ്മളതെന്തും പറയാറുണ്ടോ? മനസ്സിലായില്ലേ? ഇതൊരു വാസ്തവമാണ്. ഹിന്ദുക്കളെ കുറ്റം പറയുമ്പോൾ അതും കൂടി മനസ്സിലാക്കണം. അപ്പം അതിലും ഈ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാരും ആയുധം എടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ ബേസിക് ടെൻഡൻസിൽ യുദ്ധത്തിന് സ്പേസ് ഇല്ലെങ്കിൽ പോലും അനുയായികൾ ആയുധം എടുത്തിട്ടുണ്ട്. ഓക്കെ. പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബുദ്ധമതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുമതത്തിൻ്റെ ഈ ഒരു സ്നേഹം ഈ സംഭവം
അതിൽ നമ്മൾ ബുദ്ധമതത്തിൽ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന മതം അല്ലെങ്കിൽ അങ്ങനെ റിലിജൻ മുമ്പുണ്ടായതിൻ്റെ തെളിവ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല അന്ന് അവർ നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ജീസസിൻ്റെ കുറേ കാലഘട്ടത്തെ പറ്റി അദ്ദേഹം എവിടെ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അനുമാനങ്ങളല്ലാതെ. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കണക്ഷൻ അതിൽ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ട്രഡീഷണൽ മതങ്ങളുടെ ഒരു വലിയൊരു ഗുണമെന്ന് വെച്ചാൽ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവാണ്. സായിപ്പ് ഇൻക്ലൂസീവ് എന്നുള്ള വാക്ക് ഇപ്പോഴാണ് പഠിച്ചത്. ഇത് ഇൻക്ലൂസീവാണ്. ഓക്കെ. പിന്നെ ഈ നമ്മളീ പറഞ്ഞ സെമിറ്റിക് മതങ്ങളെ പക്ഷേ അതൊരു ഏതാണ്ട് ഒരു ബുദ്ധി കൊണ്ടുണ്ടാക്കിയൊരു മതമാണ്. ഇതങ്ങനല്ല, അതിൽ ബുദ്ധിയും വികാരവും ഒക്കെ വരുന്നുണ്ട്. സ്വയം ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇവോൾവ് ചെയ്ത് വന്നത്. ഇപ്പം ബുദ്ധമതത്തിന് ഈ ഒരു പ്രശ്നമുണ്ട്. ബുദ്ധമതം ഏതാണ്ട് ബുദ്ധി കൊണ്ടുണ്ടായ മതമാണ്, പക്ഷേ മറ്റേ ട്രഡീഷൻ കൂടി ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. ഒന്നിനെ നിഷേധിക്കുന്നില്ല, പക്ഷേ അത് ബുദ്ധി കൊണ്ടുണ്ടായ മതമാണ്. അതിൽ സംഗീതത്തിനൊന്നും അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വലിയ രീതി. ഇപ്പോൾ ഇസ്ലാമും സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമല്ല. മനസ്സിലായി? ഭയങ്കര സ്ട്രൈറ്റ് ആണ്. നമ്മളൊക്കെ അതിൻ്റെ സ്പേസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഈ ബുദ്ധി കൊണ്ടുണ്ടാക്കിയ മതത്തിൻ്റെ പ്രശ്നം വെച്ചാൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അങ്ങനെയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ എല്ലാ ബഹുസ്വരമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഈ നാച്ചുറലായ മതങ്ങൾക്ക് ബഹുസ്വരമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ജൂയിഷ് സയൻസോ അല്ലെങ്കിൽ ജൂയിഷ് സയൻസോ ഇസ്ലാമിക് സയൻസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ പറയുന്ന സയൻസോ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അത് അവർ പിന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ ഇതിൽ എല്ലാം ഉണ്ട്. ആയുർവേദമുണ്ട്, ലിറ്ററേച്ചറുണ്ട്, എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. യോഗയുണ്ട്. ഈ നാച്ചുറൽ റിലിജൻ സമഗ്രമാണ്. അതൊരു കടൽ പോലെയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പോണ്ടുകളാണ്. മനസ്സിലായില്ലേ? അല്ലേ? പക്ഷേ ഇത് അട്രാക്റ്റീവായി തോന്നും. കാരണം ഇത് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവർക്കും സമത്വം വേണം, എല്ലാവർക്കും സ്വന്തമായി സ്വത്ത് തുല്യമായി വായിക്കണം, നമ്മൾ അട്രാക്റ്റഡ് ആവും. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി ഈസ് നോട്ട് പോസിബിൾ. അസമത്വം വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ കേപ്പബിലിറ്റീസ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. അത് ആണ്. ഈ ലോകത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ സമത്വമൊന്നുമല്ല, അസമത്വമാണ് കൂടുതൽ. അത് നാച്ചുറലാണ്. പിന്നെ ഈ ജാതി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. പിന്നെ വേറെ ചില സാധനം ഈ ഹിന്ദുമതം ഉണ്ടായിട്ട് ചില ആളുകൾ ഇപ്പോൾ വന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മതമാണ് ഹിന്ദുമതം. അതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? അത് ഇവന്മാർ പറയുന്നത് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാർ സെൻസസ് നടത്തിയപ്പം ക്രിസ്ത്യാനികൾ അവർക്കറിയാം, മുസ്ലിങ്ങളെ അറിയാം, ജൂതന്മാരെ അറിയാം, പാർസികളറിയാം, ഹിന്ദുക്കളെ അറിയില്ല. ഇതിലൊന്നും പെടാത്ത ആളുകളെല്ലാവരും എന്ത് ഒരു മതം ഉണ്ടാക്കി ഹിന്ദു എന്നതെല്ലാം ഉൾപ്പെടുത്തി. അതിന് അവരുടെ കുഴപ്പം. അങ്ങനെ ഒരു വിഭാഗം ഉള്ളതുകൊണ്ടാണല്ലോ അവർ ഉൾപ്പെടുത്തിയത്. അതിനുശേഷം ആ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അന്നാണ് ഹിന്ദുമതം ഉണ്ടായിരുന്നത്. മണ്ടന്മാരല്ല, ഇവന്മാർ ശരിക്കും കാഞ്ഞ ബുദ്ധിയുള്ളവന്മാരാണ്. ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവം? അങ്ങനെയല്ല. അത് നിങ്ങളെ മതത്തെ പോലെ ഒരു മതമായിട്ട് ഹിന്ദു മതത്തെ കാണാൻ തുടങ്ങി അതിന് ശേഷമായിരിക്കും. കാരണം നിങ്ങളെ മതത്തിൽ എന്താണ്? ഒരു ചട്ടക്കൂടുണ്ട്. ഇന്ന് സംഭവം. അത് നിങ്ങളൊരു പിന്നെ സായിപ്പന്മാർ ചെയ്തൊരു കാര്യം, ഹിന്ദു മതത്തിൽ നിന്ന് ഭഗവത്ഗീത അങ്ങ് എടുത്തു. ഇതാണ് അതിൻ്റെ ബേസിക് സാധനം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. കോടതിയിൽ ഇത് വെച്ചു, ഖുർആനും ബൈബിളും പിന്നെ ഭഗവത്ഗീതയും വെച്ചു. അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഹിന്ദുമതം അന്നും ഇന്നും കടൽ പോലെ കിടക്കുന്നൊരു സാധനമാണ്. നിങ്ങളതിൽ വന്ന് നിങ്ങളെ മതം പോലെ സാധനം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങളങ്ങനെ കാണുന്നത് അത് നിങ്ങളുടെ പ്രോബ്ലമാണ്. മനസ്സിലായേ? അതെ. നിങ്ങളെയൊക്കെ ഈ മതം ഇവിടെ ഉണ്ടാക്കിയ ആളുകൾ, നിങ്ങളെ മതം ഉണ്ടാക്കിയ ആളുകൾ, ഫോർ എക്സാമ്പിൾ നമ്മളെ 3 എണ്ണത്തിന് ഉണ്ടാക്കിയ ആളുകൾ ആര്? അബ്രഹാം. മൂപ്പര വാപ്പ ഈ ഹിന്ദുമതം പോലത്തെ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ ഇന്ന് പറയുന്ന ഈ ടെക്നോളജിയും വികാസവും ഒക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഇത് യൂറോപ്പിലുണ്ടായ ടെക്നോളജീൻ്റെയൊക്കെ വികാസത്തിൻ്റെ അടിസ്ഥാനം വെച്ചാൽ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയ നോളജാണ്. അത് പിന്നെ അവർ എന്ത് ചെയ്തു? ടെക്നോളജിയാക്കി മാറ്റിയതാണ്. അത് ന്യൂട്ടനൊക്കെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി യൂറോപ്പിൻ്റെ നോളജിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ സെമിറ്റിക് മതങ്ങൾക്ക് മുമ്പ് അരിസ്റ്റോട്ടിലെ മറ്റും കാലഘട്ടത്തിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. അത് കഴിഞ്ഞ് ലോക ചരിത്രത്തിൽ ഈ സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷം ഏതാണ്ട് 1700 വരെയുള്ള കാലഘട്ടം ഇരുണ്ട കാലഘട്ടമായിരുന്നു. അതിനാണ് ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്. ഡാർക്ക് ഏജ്. കാരണം അന്ന് കാര്യമായിട്ട് ശാസ്ത്രീയ പുരോഗതി ഒന്നും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ചാൽ ഭൂമി അന്ന് പ്രധാനമായിട്ട് അവിടെ ഡോമിനൻ്റ് ആയിട്ട് ക്രിസ്ത്യൻ വിശ്വാസമായിരുന്നു. ഒരു ഭൂമി പിന്നെ എന്താണ് സൂര്യന് ചുറ്റല്ല, സൂര്യൻ ഭൂമി ചുറ്റാണ് എന്ന് പറയുകയും അതിനെതിരെ പറഞ്ഞ ആളുകളെല്ലാം ചുറ്റുകൊല്ലുകയും ചെയ്തു, ഗലീലി ഉൾപ്പെടെയുള്ള. അപ്പോൾ സയൻസിനെ തടഞ്ഞു വെച്ചു. അതിനെതിരെ പ്രതികരിച്ചിട്ട് അതിന് മുമ്പുള്ള ഹിന്ദുമതത്തിന് തുല്യമായി യൂറോപ്പിലുണ്ടായിരുന്ന ഗ്രീക്കോ റോമൻ ട്രഡീഷനിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ നവോത്ഥാനം ഉണ്ടാക്കി അവർ റിസർച്ച് നടത്തിയാണ് പിന്നെന്തുണ്ടായത്? ഇന്ന് കാണുന്ന സയൻസും ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നത്. പിന്നെ ജൂതന്മാരും അത് എടുത്തത് ഇവിടുന്നാണ്. അല്ല, ജൂതന്മാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, ഇവിടുന്ന് എടുത്താണ്. ഈ ഗ്രീക്കോ റോമൻ ട്രഡീഷൻ എടുത്താണ്. അപ്പം ഈ പരീക്ഷണം നടത്തിയ പിന്നെ സയൻറ്റിസ്റ്റുകൾ ആ സമയത്ത് ചിലപ്പോൾ അവർ ക്രിസ്ത്യാനിയോ ജൂതനോ ഒക്കെ ആയിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ആയിരിക്കാം. പക്ഷേ ഇതിന് സാധനം വരുന്നത് എവിടുന്നാണ്? ഇതിനെത്രയും കാലം തടഞ്ഞു വെച്ച ആരാ? അതെ. അപ്പോൾ ഈ സയൻറ്റിഫിക് പുരോഗതികൾക്കെല്ലാം കാരണം, ഇന്ന് നിങ്ങൾ കാണുന്ന പുരോഗതിക്കെല്ലാം കാരണം ഹിന്ദുമതം പോലുള്ള മതങ്ങളും ഷിൻഡോയിസം പോലുള്ള മതങ്ങളും കൺഫ്യൂഷനിസം പോലുള്ള മതങ്ങളും ഗ്രീക്കിൽ മുമ്പുണ്ടായിരുന്ന, ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പുണ്ടായിരുന്ന ഗ്രീക്കിലും റോമിലൊക്കെ ഉണ്ടായിരുന്ന മതമാണ്. അപ്പം ലോകത്ത് മനുഷ്യന് ഏറ്റവും നാച്ചുറലായിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ ഏറ്റവും സമഗ്രതയിൽ അഡ്രസ്സ് ചെയ്യുന്ന മതം ഏതാണ്?
അത് കൺവെൻഷനായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള മതങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നിലനിൽക്കുന്ന മതം ഏതാണ്? ഹിന്ദു മതമാണ്. അതെ. സെമിറ്റിക് മതങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ ഭാവിയിൽ അവർ ഏത് രീതിയിലൊക്കെ പോകും, അവരുടെ ലക്ഷ്യം നമുക്കറിയാം, കൂടുതൽ പേരെ അവർക്കൊപ്പം ചേർക്കുക എന്നുള്ളതാണ്. എന്തായിരിക്കും അതിൻ്റെ ഭാവി എന്നാണ് കാണുന്നത്? അവർക്കേ ഭാവിയുള്ളൂ. ഇപ്പം പ്യുറേ ഇൻ്റർനാഷണൽ പുതിയ കണക്ക് വന്നിട്ടുണ്ട്. അതിനെ നോക്കുമ്പോൾ നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലേക്ക് ക്രിസ്തുമത വിശ്വാസം കുറഞ്ഞു വരികയാണ്. പക്ഷേ ആഫ്രിക്കയിൽ കൂടി വരുന്നു. ഓക്കെ. അടുത്തിടെ വേറൊരു സർവേ വന്നിരുന്നു. അതിൽ ആഫ്രിക്കയിൽ ഏതാണ്ട് 1953 രാജ്യങ്ങൾ ഹിന്ദുമതം പോലുള്ള മതങ്ങൾ വിശ്വസിച്ചായിരുന്നു. ഇപ്പോൾ അത് 23 ആയിട്ടുണ്ട്. ഇവർ പോയത് ഏത് മതത്തിലേക്കാന്ന് നോക്കിയാൽ മതി. ഭൂമധ്യരേഖയിൽ താഴെയുള്ള പ്രദേശങ്ങൾ അതിശക്തമായ രീതിയിൽ കൺവേർഷൻ നടക്കുന്നത്. മുകളിൽ മുസ്ലിം ഏരിയയാണ്. മുസ്ലിങ്ങളുടെയും പോപ്പുലേഷൻ കൂടുന്നുണ്ട്. ഓക്കെ. ഹിന്ദു പോപ്പുലേഷൻ കൂടുന്നുണ്ട്. പക്ഷേ അവിശ്വാസികളുടെ എത്തീസ്റ്റുകളുടെയും കൂടുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് ഹിന്ദു പോപ്പുലേഷൻ കൂടുന്നതാണ്. ഇന്ത്യയിൽ RSS ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം കുറേ. പക്ഷേ എന്നിട്ട് പോലും പല മേഖലയിലും ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന പുറത്ത് ഹിന്ദുക്കളെ നടിക്കുന്ന ക്രിസ്ത്യാനികളെണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തൊട്ട് നമ്മൾ നേരിടുന്നത്. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ RSSനോട് ഇവർക്ക് ഇത്രയും വലിയ പ്രശ്നം എന്തുകൊണ്ടാണ്? RSS ഉള്ളതുകൊണ്ടാണ് വലിയ രീതിയിൽ നിന്ന് തടയാൻ പറ്റുന്നത്. മോഡിയോടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ളവരെല്ലാവരും കോംപ്രമൈസ് ചെയ്യും. അങ്ങേരെ ഈ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഓക്കെ. അതാണ് അങ്ങേരോടുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ പണ്ട് എബ്രഹാമിനോട് പറഞ്ഞതെന്നാണ്. എബ്രഹാമിന് മക്കളുണ്ടായിരുന്നില്ല. ഞാൻ നിൻ്റെ സന്തതി പരമ്പരയെ കടൽ തീരത്തെ മണൽ പോലെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അത്രയാ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങിയത് ലോകം മൊത്തം ഈ മതങ്ങൾ തന്നെയാണ് ഉള്ളൂ. ഈ ചുരുങ്ങിയ തുരുത്തുകൾ മാത്രമാണ് ഇത്തരം വിശ്വാസങ്ങൾക്കുള്ളൂ. അപ്പോൾ ഈ വിശ്വാസങ്ങൾ അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം യോഗയുടെയും ഹിന്ദു ട്രഡീഷൻ്റെ പിന്നാലെ പോവുകയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഉള്ള ഇവരുടെ പൈസയുടെ സ്വാധീനവും പിന്നെ പെട്ടെന്ന് നമ്മൾ ദിവസം ചിക്കൻ കഴിക്കുന്ന ആൾക്ക് ഒരു ദിവസം ബീഫ് കൊടുത്താൽ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണല്ലോ. അതേപോലെ ഇവരുടെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ട് ആളുകൾ മതമാകുന്ന ഒരു പ്രോബ്ലം നമ്മുടെ ഇടയിലുണ്ട്. മാത്രമല്ല അവരുടെ ഇഷ്ടംപോലെ പണമുണ്ട്. നമ്മളവിടെ നിന്ന് കുത്തിവാരി എടുത്തുകൊണ്ട് ട്രില്യൺ കണക്കിന് ആയിരക്കണക്കിന് $1 ട്രില്യൺ അവരുടെ കൈ കിടക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവർ നമ്മുടെ നാട്ടിലേക്ക് അവരുടെ മതം കയറ്റി അയക്കുന്നുണ്ട്. അത് അവർ മാത്രമല്ല മുസ്ലിം രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഭാവി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നോക്കുമ്പോൾ ഭാവി അവരുടേതാണ്. എന്തായാലും സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവം, അവരുടെ പ്രവർത്തന ശൈലി, ഇവയൊക്കെ ഫക്രുദ്ദീൻ അലി വിവരിച്ചു. ഒപ്പം തന്നെ ഓർഗാനിക് മതങ്ങൾ, നാച്ചുറലായിട്ടുള്ള മതങ്ങൾ ഒക്കെ തന്നെ ഈ ലോകത്തിന് നൽകിയ സംഭാവനയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. ശാസ്ത്രത്തിന് പുരോഗതിക്കുതകുന്ന സാഹചര്യം സൃഷ്ടിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ഭാവി എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും പറയുകയുണ്ടായി. എന്തായാലും കാത്തിരുന്ന് കാണാം ഏത് തരത്തിലായിരിക്കും ഇത് പോവുക എന്നുള്ളത്. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.